സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. എനിക്കെപ്പോഴും എൻ്റെ കൂടെ എൻ്റെ എംപ്ലോയീസ് ഉണ്ട്, ഈശ്വരൻ്റെ ശക്തിയുണ്ട്. രാഷ്ട്രീയക്കാരുടെ ബന്ധമില്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ലോകത്ത് തന്നെ ഏറ്റവും വലിയ അലൂമിനിയം സ്മെൽറ്റർ അൽബ അത് ചെയ്തു തീർത്തു സമയത്ത്. അത് നല്ല റവന്യൂ ആ ഗവൺമെൻറ് ഉണ്ടായി. താങ്കളൊരു സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചു. അത് കേരള ഗവൺമെൻറ് ചേർന്നിട്ടാണ്. 525 കോടി രൂപയുടെ പ്രോജക്റ്റാണ് 50 വർഷത്തേക്ക്. ഗൾഫിൽ തൊഴിലവസരങ്ങൾ കുറയുന്നുണ്ടോ? ഇനിയും അടുത്തൊരു 10-25 വർഷം കഴിഞ്ഞാൽ പോകും. UP ബീഹാർ മാറ്റം ഉണ്ടായാൽ നമുക്ക് മാൻപൂർ കിട്ടാൻ പ്രയാസമായി. ഒരുമിച്ച് 4 റോഡ് ട്രിപ്സ് ബുക്ക് ചെയ്ത ഒരാൾ ഞാനാണ്. എൻ്റെ സ്വന്തം ഫ്ലൈറ്റ് അടുത്ത മാസം വരും. വയസ്സായി എന്നുള്ളൊരു തോന്നലുണ്ടോ? എനിക്കില്ല. ഞാൻ ഇപ്പോഴും ഒരു 25 വയസ്സെന്ന് തോന്നുന്നത്. വികസനത്തിന് രാഷ്ട്രീയം പാടില്ല. കരഞ്ഞ ഒരു കണ്ണീരുകൊണ്ട് നമ്മളൊരു പൈസ ഉണ്ടാക്കാൻ പാടില്ല. കേരളത്തിൻ്റെ പ്രിയങ്കരനായ ആഗോള വ്യവസായിയും RP ഗ്രൂപ്പ് ചെയർമാനുമായ പത്മശ്രീ ഡോക്ടർ B. രവിപിള്ള സാറാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ രവിപിള്ള സാർ. നമസ്കാരം. അപ്പോൾ ആദ്യമേ തന്നെ ബഹ്റിൻ സർക്കാരിൻ്റെ പരമോന്നത ബഹുമതികളിലൊന്നായ മെഡൽ ഓഫ് എഫിഷ്യൻസി ഫസ്റ്റ് ക്ലാസ് ലഭിച്ചതിൽ കേരള കൗമുദിയുടെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. മലയാളിക്ക് ലഭിക്കുന്ന ഒരു വലിയ ആഗോള അംഗീകാരം കൂടിയാണ് ഈ മെഡൽ ഓഫ് എഫിഷ്യൻസി ഫസ്റ്റ് ക്ലാസ്. മലയാളിക്ക് മാത്രമല്ല, ഈ ഔട്ട്സൈഡ് ഫോറിനേഴ്സിന് കിട്ടിയ ഫസ്റ്റ് ടൈം ബഹ്റിൻ ഗവൺമെൻറ് ആദ്യമായിട്ടൊരു ഫോറിനേഴ്സിന് കൊടുത്തു. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു മാറ്റി കൂട്ടുന്നതാണ്. അതെ, ഇന്ത്യക്കാർക്ക് തന്നെ, മലയാളി എന്നല്ല, ഇന്ത്യക്കാർക്ക് തന്നെ അഭിമാനിക്കാനുള്ള ഒരു ഗിഫ്റ്റാണ്. അതെ അതെ. അന്നേരം ഈ എഫിഷ്യൻസി ഫസ്റ്റ് ക്ലാസ് മെഡൽ എന്ന് പറയുമ്പോൾ ഈ മോസ്റ്റ് എഫിഷ്യൻ്റായി പ്രവർത്തിക്കുന്നതിൻ്റെ രഹസ്യം അല്ലെങ്കിൽ USP എന്താണ്? 2000 ഓൺവേഴ്സാണ് ഞാൻ ബഹ്റിനിലൊക്കെ താമസം തുടങ്ങിയത്. നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ അത് നല്ല രീതിയിൽ സമയത്ത് ചെയ്തു തീർക്കുക. ബഹ്റിനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ബഹ്റിനുകൾക്ക് ട്രെയിൻ ചെയ്ത് ജോലി എടുക്കാൻ സാധിച്ചു. അതൊരു വലിയ ഒരു അഡ്വാൻസാണ്. ധാരാളം കഴിഞ്ഞ 8-10 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ബഹ്റിൻസിനെ എംപ്ലോയ് ചെയ്യുന്നത് ഞങ്ങളാണ്. പിന്നെ ബഹ്റിനിലെ ഏറ്റവും വലിയ, ലോകത്ത് തന്നെ ഏറ്റവും വലിയ അലൂമിനിയം സ്മെൽറ്റർ അൽബ അത് ചെയ്തു തീർത്തു സമയത്ത്. അത് നല്ല റവന്യൂ ആ ഗവൺമെൻറ് ഉണ്ടായി. അത് കഴിഞ്ഞ 90 ഇയേഴ്സിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു റിഫൈനറി വേറെ നിർമ്മിച്ചത്. നമ്മൾ നിർമ്മിച്ചപ്പോൾ തീർന്നിട്ട് 1 മാസമേ ഉള്ളൂ. അവർക്ക് ഏറ്റവും പ്രിയങ്കരനായ വ്യവസായി ആണല്ലേ? അതെ, അതുകൊണ്ടാണ് വളരെ ഒരാളെ നോക്കൂല എങ്ങനെയാണ് ഇത് 5-6 ആൾക്കാർക്ക് മൊത്തം ലോക്കൽസിന് ഉൾപ്പെടെ കൊടുക്കുള്ളൂ. അതിൽ വന്ന് തരുമെന്ന് വെച്ചാൽ ഒരു മഹാഭാഗ്യമാണ്. അത് ഞാൻ പോലും പറഞ്ഞില്ല. ആ ദിവസം ഈ നാഷണൽ ഡേക്കാണ് പറഞ്ഞ, ആ ദിവസം നിർബന്ധം ഉണ്ടാകണമെന്ന് പറഞ്ഞു. കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞത്. അത് കേരളം അത് വലിയ രീതിയിൽ അത് ആഘോഷിച്ചു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഈ കഴിഞ്ഞ ദിവസം വലിയൊരു ആദരവ് അങ്ങേക്ക് ലഭിച്ചു. അതെ, നാടിൻ്റെ ഈ അംഗീകാരത്തെ എങ്ങനെയാണ് കാണുന്നത്? അത് ഏറ്റവും വലിയ, അത് നമ്മുടെ നാട്ടിൽ കിട്ടുക എന്നുള്ളത് അതാണ് ഏറ്റവും വലിയത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ നൂർക്ക റൂട്ട്സും കേരള ഗവൺമെൻറ്റും എല്ലാ രാഷ്ട്രീയവും ജാതിഭേദമെന്ന എല്ലാ പാർട്ടിക്കാരും നല്ല രീതിയിൽ സംഘടിപ്പിച്ചിട്ട് വളരെ അതിൻ്റെ മുഖ്യമന്ത്രി വളരെ ഇതായിട്ട് സംസാരിക്കുകയും അതെ, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ എല്ലാവർക്കും, അവിടെ കൂടിയ ഓരോരുത്തർക്കും എല്ലാ പ്രവർത്തകർക്കും എൻ്റെ നന്ദി അറിയിക്കട്ടെ. ഇപ്പോൾ പണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, പണ്ട് ചവറയിൽ നിന്ന് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലേക്ക് പോകുമ്പോൾ അങ്ങോട്ട് പോകാൻ 10 പൈസ, ഇങ്ങോട്ട് വരാൻ 10 പൈസ, അങ്ങനെ 20 പൈസയായിരുന്നു താങ്കളുടെ ആദ്യ വരുമാനം എന്ന് വേണേൽ പറയാം. അതെ, അത് ചിലവുള്ള ഇതാണെങ്കിലും ഇപ്പോൾ അവിടെ നിന്ന് ഒരു ശതകോടീശ്വരനായി എത്തി നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഹൗ ഡു യു ഫീൽ? ഈ നമ്മൾ സഫർ ചെയ്തെങ്കിലേ ഒരു വിജയം ഉണ്ടാകത്തുള്ളൂ. പ്രയാസം നമ്മൾ മനസ്സിലാക്കണം. അന്ന് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴേ അതുപോലെ അതിന് മുമ്പ് പറഞ്ഞാൽ ഒരു 15 വയസ്സ് ഈ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും 10-20 ജോലിക്കാരാണ്. ഈ കൃഷിക്ക് നെൽകൃഷിക്കാർ കൂടുതൽ ആൾക്കാരുണ്ട്. വിത്തിടാനും ഈ ഞാറ് നടാനും. അപ്പോൾ അവരുടെ കൂടെ ജോലി ചെയ്യും. അപ്പം ഈ കർഷകർ നേരിടുന്ന പ്രയാസങ്ങൾ അറിയാം. അവർക്കൊന്നും പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കലും ഈ കർഷകൻ ഒരിക്കലും രക്ഷപ്പെടണമെങ്കിൽ ബിസിനസ് വേണം. അന്നേ ഒരു ബിസിനസ് തുടങ്ങണം എന്നൊരാഗ്രഹം ഉണ്ടായി. അത് അപ്പം അങ്ങനെ മനസ്സിലെങ്ങനെ വന്നു, ഒരിക്കലും ജോലിക്ക് പോകാൻ പാടില്ല, സ്വന്തം ഒരു ബിസിനസ് തുടങ്ങും. അത് മനസ്സിൽ അന്ന് തുടങ്ങി. അപ്പോൾ അതനുസരിച്ച് പഠിക്കാൻ തുടങ്ങി. അതാണ് കാരണം. ഈ നിലയിലെത്താൻ സഹായിച്ചത് എന്താണെന്നാണ് അങ്ങ് സ്വയം ചിന്തിക്കുന്നത്? ഞാൻ ചിന്തിക്കാൻ കാരണം വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ ഒരാളെ പറ്റി നമുക്ക് സ്വന്തം വിശ്വാസം എന്നെ പറ്റി ഉണ്ടാകണം. ആ വിശ്വാസം ഉണ്ടെങ്കിലേ എനിക്ക് വളരാൻ പറ്റുള്ളൂ. സ്വയം ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസം എനിക്ക് എങ്ങനെയും ഉണ്ടായി. എവിടെ പോയാലും ജയിക്കും. ഇപ്പോൾ പിന്നെ ഒരു ബിസിനസ് തയ്യാറാൽ എങ്ങനെ
പെട്ടെന്ന് മാറ്റം ഉണ്ടാക്കും. ആ ആത്മവിശ്വാസമുണ്ട്. അതെ. അതാണ്. ഞാൻ ഈശ്വരവിശ്വാസമാണ്, ഈശ്വരൻ്റെ ബ്ലെസ്സിങ്സും. ഈശ്വരൻ്റെ അനുഗ്രഹം. ഇല്ല ഒന്നും നടക്കില്ല. നമ്മൾ വിചാരിച്ചാലും സം ബ്ലെസ്സിങ്സ് വേണം. താങ്കൾ രവി ചിറ്റ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ചിട്ടി, അതെ, അത് പഠിക്കുമ്പോൾ തന്നെ തുടങ്ങി. അന്ന് താങ്കളായിരുന്നു അതിൻ്റെ ഉടമയും തൊഴിലാളിയും. ഇല്ല, അതെ. ഇന്നിപ്പോൾ 1.5 ലക്ഷത്തിലധികം തൊഴിലാളികൾ താങ്കളോടൊപ്പം ജോലി ചെയ്യും. അതെ. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് തുടങ്ങണമെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തം ആദ്യം വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ സ്വന്തം ഏത് ബിസിനസ് ചെയ്യണമെങ്കിലും നമ്മൾ ആ ബിസിനസ് ടൈം സ്പെൻഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആര് ബിസിനസ് തുടങ്ങിയാലും ജയിക്കുകയുള്ളൂ. എല്ലാം ഒരാളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നടക്കില്ല. നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിച്ച് എങ്കിൽ മാത്രമേ ഒക്കെയുള്ളൂ. അപ്പം ആദ്യം സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അന്ന് ആ പ്രയാസം നമ്മൾ മനസ്സിലാക്കി, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ബുദ്ധിമുട്ടിച്ചാൽ നമ്മൾ എൻ്റെ അന്ന് ക്യാപിറ്റൽ അന്ന് ഞാൻ 10-21 പൈസ തരും. അന്ന് 10,000 രൂപ 100 രൂപയ്ക്ക് 5 രൂപ വെച്ച് പലിശ 60% എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ കടകൾക്ക് 90 രൂപ, അപ്പോൾ 4 രൂപ കിട്ടത്തുള്ളൂ. എന്നിട്ട് നമ്മൾ വൈകിട്ട് പോയി അത് പിരിക്കണം. അത് കച്ചവടക്കാർ പ്രയാസക്കാരാണ്. അന്ന് വീടി സിഗരറ്റ് വിറ്റാൽ പൈസ ഉണ്ടാക്കി നാരങ്ങ വെള്ളം. ഈ അന്ന് നമ്മൾ ആദ്യമേ പൈസ കൊടുക്കണം, എങ്കിലേ ഇത് ചെയ്യത്തുള്ളൂ. സമയമാകുമ്പോൾ ചിലപ്പോൾ മൂവും. നമ്മൾ വിരിക്കുന്ന സമയം അറിയാലോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ രണ്ടാമത് പോകണം, എങ്കിലേ കിട്ടുള്ളൂ. താങ്കൾ തന്നെയാണ് ചെയ്യുന്നത്? അല്ല, ഞാൻ തന്നെ ചെയ്യുന്നത്. ആ തുടക്കത്തിൽ ഒരു വർഷം, പിന്നെ ആൾക്കാരെ വേറെ എംപ്ലോയി ചെയ്യും. ഇങ്ങനെ ബുദ്ധിമുട്ട് എന്തെങ്കിലും പറയുന്നവരോട് ഒരു അലിവുണ്ടായിരുന്നു അല്ലേ അന്ന് തൊട്ട്? അന്ന് തൊട്ടുണ്ടാകും. അത് മനപ്രയാസമുണ്ട്. ഇപ്പം മനുഷ്യൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി വളർന്നത് ഒരു വലിയ അനുഗ്രഹമായി. ഒരുപാട് പ്രയാസങ്ങൾ കാണുമ്പോൾ എനിക്ക് പ്രയാസമാണ്. നമ്മൾ എന്ത് സഹായങ്ങളും ആക്ച്വലാണെങ്കിൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ 1.5 ലക്ഷത്തിലധികം പേർ അങ്ങയോടൊപ്പം ജോലി ചെയ്യുന്നുണ്ടല്ലോ. അവരെ ഒരു കുടുംബമായി കാണുന്നതാണ് താങ്കളുടെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത്? ഒരു കുടുംബമായിട്ടാണ്. ഇത് ഇപ്പം ഞങ്ങളുടെ ഒരു വാർഷികം ഉണ്ടായിരുന്നു. ഞാൻ അറിയാതെ എൻ്റെ എംപ്ലോയീസ് ഉണ്ടാക്കിയത് കയ്യിട്ട് അധ്വാനിപ്പോയിട്ട് ഇട്ടതായത്. ഞാൻ അത്ര ആ ബന്ധം. അന്നേരം ഇവരെ സെലക്ട് ചെയ്യുമ്പോഴേ, ഇപ്പം നമ്മളൊരു തൊഴിലാളി അല്ലെങ്കിൽ ഒരു ജീവനക്കാരനല്ല ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ, അവരെ താങ്കൾ എന്ത് മാനദണ്ഡത്തിലാണ് സെലക്ട് ചെയ്യുന്നത്? ആദ്യം ഇപ്പം ഒന്നും ഒത്തില്ല. ആദ്യമൊക്കെ തുടങ്ങുമ്പോൾ 10,000 ആൾക്കാർ ഞാൻ തന്നെ പോയി ഇൻ്റർവ്യൂ ചെയ്യുമായിരുന്നു. ഒരാൾ നടന്നു വരുമ്പോൾ നമുക്കറിയാം, അയാളെ പറ്റി കാണാൻ പറ്റും. ഫസ്റ്റ് ഇംപ്രഷൻ നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ അറിയാം. എൻ്റെ കൂടെ ജോലിക്കാർ 40-41 വർഷം ഉള്ള ജോലിക്കാർ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ മക്കളൊക്കെ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സൊക്കെ അതാണ്. എങ്കിലും ഒരു ബന്ധം, എന്നെക്കാട്ടിൽ ആത്മാർത്ഥത അവർക്ക് എന്നോടുണ്ട്. പേര് വിളിച്ച് പറയാവുന്ന അടുപ്പമുണ്ട് എല്ലാവരും. ആ ബന്ധം കൊണ്ടാണ്. പിന്നെ അവരുടെ ഏത് ആൾക്കാർക്കും നല്ല താമസസ്ഥലം, നല്ല ഫുഡ്, സമയത്ത് ശമ്പളം, ഇതൊക്കെ ഉണ്ടെങ്കിൽ സന്തോഷം. അപ്പം അവിടെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്യുക. ഇപ്പം നമ്മൾ ഈ വർഷം തൊട്ട് ഒരു വർഷം അവർക്ക് എന്തെങ്കിലും കല്യാണമാണെങ്കിൽ അവർ ഒരു വലിയ ബോണസ്, വലിയ എമൗണ്ടായിട്ട് കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ട്. ഇപ്പം താങ്കൾ ഈ രംഗത്ത് വന്നിട്ട് തന്നെ 50 വർഷം ആവുകയാണ്. അതെ. ഇപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം കഴിഞ്ഞ ദിവസം താങ്കളൊരു സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചു വിദ്യാർത്ഥികൾക്ക്. അത് ഏത് രീതിയിലാണ് നടപ്പിലാക്കുന്നത്? അത് കേരള ഗവൺമെൻറ് ചേർന്നിട്ടാണ്. 525 കോടി രൂപയുടെ പ്രോജക്റ്റാണ് 50 വർഷത്തേക്ക്. അത് ഈ വർഷം ഈ സെപ്റ്റംബറിൽ തൊട്ട് തുടങ്ങും. സെപ്റ്റംബറിൻ്റെ കാരണം ഞാൻ ജനിച്ചത് സെപ്റ്റംബറിലാണ്, സെപ്റ്റംബർ 2 ആ സെപ്റ്റംബറിൽ തുടങ്ങും. എല്ലാ വർഷവും 1500 കുട്ടികൾക്ക് 10,50,00,000 രൂപ. അത് ഈ തുടങ്ങി കഴിഞ്ഞാൽ അടുത്ത 50 വർഷത്തേക്ക് കൊടുക്കും. അവരെങ്ങനെ തിരഞ്ഞെടുക്കും? അത് ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടനുസരിച്ച് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക്, സ്കൂൾ വിദ്യാർത്ഥികൾ, കോളേജ് ഉണ്ട്. അതാണ് ഗവൺമെൻറ്റിനോട് ചേർന്നിട്ടെന്ന്. ഗവൺമെൻറ്റോട് സഹകരിച്ചാണ് ആ പ്രോജക്റ്റ്. അവരാണ് പേര് നമ്മൾ നോക്കും, അവർ സെലക്ട് ചെയ്യും. ഞാനല്ലേ സെലക്ട് ചെയ്യുന്നത്. ഈ നോർക്കാർ ആയിരിക്കും ഇതിൻ്റെ ഉത്തരവാദിത്വം മൊത്തം. താങ്കൾ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു തിരഞ്ഞെടുത്ത തൊഴിലാളികൾ കേരള ബോർഡർ നാഗർകോവിലിൽ നിന്നായിരുന്നു. അതെ. എത്രത്തോളം പേരുണ്ടായിരുന്നു? ഇപ്പം 150 ആൾക്കാർ. വളരെ ആത്മാർത്ഥത. അവരാണ് നമ്മുടെ ഫൗണ്ടേഷൻ, ആ ജോലിക്കാരാണ്. ബഹ്റിനിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ആദ്യം ഇവിടെ പോയി 1978 സൗദിയിൽ അൽക്കോബർ എന്ന സ്ഥലത്താണ്. ഈ അൽക്കോബർ ഇപ്പം കാരണം വെച്ചാൽ ഞാൻ കൊച്ചിൻ റിഫൈനറിയിൽ ജോലി പോയി അന്നാണ് പഠിച്ചത്. ഈ ഓയിൽ ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടപ്പാണ്. ഞാൻ പോകുമ്പോൾ അന്ന് $8 തോന്നുന്നു, $8-9. അപ്പോൾ ഈ ഓയിലിൻ്റെ ആസ്ഥാനം ആറാംകോ സ്ഥിതി ചെയ്യുന്നത് ദഹ്റാനിലാണ്, അൽക്കോബർ സ്ഥലത്ത്. അതുകൊണ്ട് അവിടെ സ്ഥാപിച്ചത്. ഈ സൗദിയിലെ ബിസിനസ്സിനെ ബേസ് ചെയ്ത്, ഓയിലിനെ ബേസ് ചെയ്ത ബിസിനസ്സായിരുന്നു അത്. അതാണ് അവിടെ പോകാൻ കാരണം. പിന്നീട് പ്രവർത്തന മേഖല വലുതാക്കി അല്ലേ? അതെ. ആദ്യം ദഹ്റാനിൽ തുടങ്ങി, അത് കഴിഞ്ഞ് റിയാദ്, ജാംബോ. ഇപ്പം അവിടെ സൗദി അറേബ്യയിലെ സൗദി വലിയ സ്ഥലമാണ് ഇന്ത്യ പോലെ. അവിടെ എല്ലായിടത്തും ബിസിനസ് ചെയ്തിട്ടുണ്ട്. സന്തോഷത്തോട്ട് പറയട്ടെ, കുവൈറ്റിൽ, സൗദി, അബുദാബി,
ബഹ്റൈൻ ആൻഡ് ഖത്തർ ഏറ്റവും വലിയ റിഫൈനറീസും ഗ്യാസ് പ്ലാന്റ് ചെയ്തത് നമ്മുടെ പിന്നെ കൂടുതലും. അത് ശരി അത് ശരി. പക്ഷെ അതെല്ലാം ചെയ്ത് ഇന്ത്യക്കാരും മലയാളികളുമാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. തുടങ്ങുന്ന സമയത്ത് ഈ എനർജിയാണ്. എനർജി ഇല്ലെങ്കിൽ ലോകമില്ല. അതെ അതെ. അതിനകത്ത് നമ്മുടെ ഇന്ത്യക്കാർ ഒട്ടുമില്ലായിരുന്നു. നമ്മൾ ഒന്ന് ട്രെയിൻ ചെയ്താണ് ഈ വർക്കേഴ്സിനെ എടുത്തത്. ആദ്യം നമ്മളൊരു വലിയ വർക്ക് ഖത്തറിൽ കിട്ടുമ്പോൾ അവർ പറഞ്ഞു ഇന്ത്യക്കാരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഫിലിപ്പീൻസിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചലഞ്ചായിട്ട് എടുത്ത്, ഇതിൻ്റെ ചലഞ്ചല്ല, നമ്മൾ ഇന്ത്യക്കാരുടെ ചലഞ്ചായിട്ട് എടുത്തു, നമ്മൾ വിജയിച്ചു. തൊഴിലാളികളായിരുന്നു കൂടുതലും വന്നിരുന്നത്. ഇപ്പോൾ ഉയർന്ന ഉന്നത പദവികളിലേക്ക് മലയാളികൾ ഇപ്പോൾ തന്നെ ഈ വർഷം തന്നെ 15,000 എഞ്ചിനീയേഴ്സിനെ എടുത്തിട്ടുണ്ട്. നമുക്ക് 10,000-കണക്കിന് എഞ്ചിനീയേഴ്സ് വർക്കുണ്ട്. അവർ വളരെ സ്മാർട്ടാണ്. ഇപ്പോഴത്തെ പുതിയ വളരെ സ്മാർട്ടാണ് അവർ. ഇപ്പോൾ നമ്മുടെ കൂടെ ഇവർ ചെയ്യുന്നത് ജപ്പാനീസ്, കൊറിയൻസ് അവരോട് ചേർന്നാണ്. പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് നല്ല രീതി ചെയ്യുന്നു. ജോലി എടുക്കുന്നതിൽ ഏറ്റവും മിടുക്കരാരാണ് ഈ രാജ്യങ്ങൾ തമ്മിൽ? അതിൻ്റെ കാരണം വെച്ചല്ലേ, ഈ ഗൾഫിനെ സംബന്ധിച്ച് നമ്മൾ ഒരു കോമ്പറ്റീഷനുണ്ട്. മറ്റ് രാജ്യം ഫിലിപ്പീനും പിന്നെ നേപ്പാൾ അങ്ങനെ ആൾക്കാർ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. നമ്മൾ ഒരിക്കലും തോറ്റു കൊടുക്കാൻ നമ്മുടെ മനസ്സിനെ അപ്പോൾ അതുകൊണ്ട് അതാണ് മെയിൻ കാരണം. അത് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ അന്ന് ഏറ്റവും കൂടുതൽ ഇതുള്ള നമ്മുടെ കേരളക്കാർക്കാണ് ചെയ്യണം എന്നുള്ളത്. ഇപ്പം കേരള മലയാളികളൊക്കെ പ്രധാനപ്പെട്ട പദവികളിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ വർക്കേഴ്സ് ഇപ്പം മലയാളികളില്ല, ഒട്ടും കിട്ടുന്നില്ല. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന മെയിൻലി നമുക്ക് കിട്ടുന്നത് നേപ്പാൾ, ഇന്ത്യയിൽ തന്നെ ബീഹാർ, UP, ഉത്തരാഖണ്ഡ് ആ സ്ഥലങ്ങളിലാണ്. ഈ ഗൾഫിൽ തൊഴിലവസരങ്ങൾ കുറയുന്നുണ്ടോ? ഇനിയും അടുത്തൊരു 10-25 വർഷം ഇങ്ങനെ തന്നെ പോകും. 25 വർഷം ഇങ്ങനെ തന്നെ പോകും. അപ്പോൾ അങ്ങ് തന്നെ ഒരുപാട് പേർക്ക് ഇപ്പോൾ 1.5 ലക്ഷത്തിലധികം ആൾക്കാർ അങ്ങോടൊപ്പം ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ അതിൽ കൂടുതൽ എടുക്കും. ഈ വർഷത്തെ പുതിയ വർഷമാണല്ലോ, ഇപ്പോൾ നമ്മൾ ഫെബ്രുവരിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ പുതിയ സംരംഭങ്ങൾ എന്താണ്? പുതിയ പദ്ധതികൾ, തൊഴിലവസരങ്ങൾ ഇനിയും ഇപ്പോൾ നമ്മൾ 1.5 ലക്ഷം ഉണ്ട്. ഇപ്പോൾ ചിലപ്പോൾ 25,000 പുതിയ അവസരങ്ങളുണ്ടാവും. ഇപ്പോൾ പുതിയ 2 വർക്കുകൾ ഈ അടുത്തൊരു 3 മാസത്തിനകത്ത് സൈൻ ചെയ്യും. കൺസ്ട്രക്ഷൻ മേഖലയിൽ നമ്മൾ റിഫൈനറി എനർജി മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു വലിയ ദുബായിൽ ഒരു 110 മീറ്റർ ഹൈറ്റുള്ള പുതിയ ബിൽഡിംഗ് തുടങ്ങാൻ പോകും നമ്മൾ സ്വന്തമായിട്ട്. അത് ഒരു 1200 ഫ്ലാറ്റ് അതിന് രീതിയിലുള്ള നമ്മൾ നിർമ്മിച്ച് വിൽക്കാനും ഉപയോഗിക്കാൻ വേണ്ടി ഒരു പ്രോഗ്രാം ഉണ്ട്. ഈ സെപ്റ്റംബറിൽ തുടങ്ങുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഈ ഹോട്ടൽ ബിസിനസ്സിലെല്ലാം വളരെ സജീവമാണ്. കേരളത്തിൽ ഇനി എന്താണ് പുതിയതായിട്ട്? കേരളത്തിൽ ഒരു 2-3 പുതിയ ബിസിനസ് ഈ ഏരിയയിൽ തുടങ്ങാനുണ്ട്. ഇന്ത്യയിലല്ല, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു കൺവെൻഷൻ സെൻറ്റർ തുടങ്ങാനുള്ള സാധ്യത. ശരി. അതേത് സെലക്ട് ചെയ്തു? ഈ നിങ്ങളുടെ ട്രിവാണ്ടത്തിന് മോശമായാൽ പറ്റും ആ വ്യവസായം ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ. അതിൻ്റെ എഞ്ചിനീയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് അപ്രൂവൽ ഡൽഹിയിൽ നിന്ന് കിട്ടണം. തുടങ്ങും. അത് തുടങ്ങിയാൽ 18 മാസത്തിനകത്ത് പണി തീരും. അങ്ങയുടെ വളർച്ചയുടെ ഈ ഒരു ഘട്ടത്തിൽ ഇടയ്ക്കൊക്കെ ചിലപ്പം പ്രതിസന്ധികളെ നേരിട്ടിട്ടുണ്ടാകും. അന്നേരം അതിനെ അതിജീവിക്കാൻ ഒരു കരുത്തായി നിന്ന് അല്ല എന്തായിരുന്നു? അതിനെ അതിജീവിച്ചത് എങ്ങനെയാണ്? ഈ കരുത്തായ 2 പ്രശ്നം ഉണ്ടായി. ഒന്ന് ഗൾഫ് വാർ ടൈം. പെട്ടെന്ന് ഈ 99 വാറുണ്ടായത്. പെട്ടെന്ന് വാറുണ്ടാകുമ്പോൾ നമ്മളുള്ള എംപ്ലോയീസിന് ഒരു പേടിയായി. അവരെല്ലാം കയറ്റി വിടണം. അതൊരു പ്രതിസന്ധിയായിരുന്നു. അതുണ്ടായപ്പോൾ നമ്മുടെ നിക്ഷേപിച്ച പൈസ എടുക്കാൻ പറ്റാത്ത രീതിയിലായി. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് നമ്മൾ എന്തോ പൈസ ഉണ്ടാക്കി അതെല്ലാം ലിക്വിഡിറ്റി ചെയ്താണ് ആൾക്കാരെ, പ്രത്യേക ചാർട്ടർ ഫ്ലൈറ്റ് ചെയ്താണ് ആൾക്കാരെ എന്ന് വിട്ടത്. അതൊരു പ്രതിസന്ധി ഒന്ന്. രണ്ടാമത് കോവിഡ്, അതും ഒരു പ്രതിസന്ധിയായിരുന്നു. അല്ല, എന്നിട്ട് ഇത്തരം ഒരു ഇപ്പം ഇത് രണ്ടും പ്രതിസന്ധിയാണ്. പക്ഷേ അല്ലാതെ തന്നെ ഇപ്പം നമുക്കൊരു വെല്ലുവിളിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങയുടെ ഒരു ഇച്ഛാശക്തി എന്ന് നേരത്തെ പറഞ്ഞു, എങ്കിലും അങ്ങയെ ഒരു മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്? എനിക്കെപ്പോഴും എൻ്റെ കൂടെ എൻ്റെ എംപ്ലോയീസ് ഉണ്ട്, ഈശ്വരൻ്റെ ശക്തിയുണ്ട്. ഒറ്റയ്ക്കല്ല എന്നുള്ളതല്ല. അപ്പോൾ അത് ഒന്നും പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. അത് അങ്ങൊരു കർഷക കുടുംബത്തിൽ നിന്നാണ് വളർന്നു വന്നത്. അന്നേരം നമ്മുടെ ഒരു ചെറുപ്രായം അല്ല ഒരു യൗവനത്തിലൊക്കെ പണം കിട്ടിയിരുന്നെങ്കിൽ അത് വാങ്ങാമായിരുന്നു, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു യാത്രയ്ക്ക് പോകാമായിരുന്നു. താങ്കളുടെ ചിന്ത ആ വഴിക്കായിരുന്നു അന്ന്? അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടില്ലായിരുന്നു. അന്നേ സിവിൽ ഞാൻ ഒരു ഉദാഹരണം വെച്ചാൽ, ഞാൻ ശങ്കരമംഗലം ഹൈസ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ SPT ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അന്ന് ഈ 6-7 തൊട്ട് ഇച്ചിരി പൈസ 1-2 രൂപ ബാങ്കിൽ ഇടും. ശരി. സാറിന് ഞാൻ 10ാം ക്ലാസ് പാസ്സാകുമ്പോൾ ആ പൈസ എടുക്കാൻ പോയി. ഒപ്പിടാൻ 6 മണിക്കൂർ എടുത്ത്. അന്ന് തുടങ്ങിയ ഒപ്പല്ലേ മാച്ച് ചെയ്തില്ല. അങ്ങനെ പൈസ അങ്ങനെ
ഞാൻ എന്തെല്ലാം മനസ്സ് വിചാരിച്ചിട്ടുണ്ടോ അതെല്ലാം സം- ഈശ്വരകാരണത്താൽ എല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റും. അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ പണം വരുമ്പോൾ നമ്മൾ പണ്ടത്തെ കാര്യമാണ് ചോദിക്കുന്നത്. പണം വരുമ്പോൾ അത് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, അത് വാങ്ങാം ഇത് വാങ്ങാം അല്ലെ കാറ് വാങ്ങാം അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാറ് വാങ്ങിയത് എപ്പോഴാണ് ആദ്യം? ആദ്യം കാറ് വാങ്ങിയത് ഇന്ത്യ ഞാൻ ഇവിടെ ഇപ്പം ഫാമിലിയുടെ കാറുണ്ടായിരുന്നു. ഗൾഫിൽ പോയിട്ട് ആദ്യം വാങ്ങിയത് കാറ് ചെല്ല അന്നെൻ്റെ പൈസ ഉണ്ട് ഒരു സൗദി എന്ന് വെച്ചു. അവർ വിചാരിച്ചു ഇന്ത്യക്കാർക്ക് പൈസ ഇല്ല. അപ്പോൾ അയാൾക്കറിയാം ഞാൻ ഇച്ചിരി ചെയ്യുന്നുണ്ട്. ഈ കാറ് അത് ഹോണ്ട കാറാണ്. ഇപ്പോൾ ഈ വിലയാണെങ്കിൽ കാറ് തരാമെന്ന് പറഞ്ഞാൽ ഏക്കരത്ത് പറഞ്ഞാൽ അപ്പം പൈസ കൊടുത്തു. അപ്പോൾ വണ്ടി വാങ്ങി. അതാണ് ആദ്യം വാങ്ങി. അതാദ്യം വാങ്ങി ആദ്യത്തെ വണ്ടി. ആ കാർ ഇപ്പോഴും ഉണ്ട്. അല്ല അതങ്ങ് വിറ്റു. പിന്നീട് പക്ഷേ പലതരം റോൾസ് റോയ്സ് അടക്കം റോഡ് സോഴ്സ് വെച്ചിട്ടുണ്ട്. ഇപ്പം ഏറ്റവും ഒരുമിച്ച് 4 റോഡ് സോഴ്സ് ബുക്ക് ചെയ്ത ഒരാൾ ഞാനാണ്. ഇന്ത്യല്ലോ അവർക്ക് തന്നെ. അപ്പം തന്നെ അതുകൊണ്ട് ഇപ്പം 100ാമത്തെ വർഷം ആഘോഷിക്കുകയാണ് കാറിൻ്റെ ഈ റോഡ് സോഴ്സ്. അപ്പോൾ അവർ 10 കാറ് ലോകത്തുണ്ടാക്കുന്നുണ്ട്. അതിലൊരു കാർ ഈ വർഷം അവർക്ക് തരികയാണ്. അത് ശരിയാണ്. റോൾസ് റോയ്സ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം. ഏറ്റവും ബെസ്റ്റ് കാർ റോഡ് സോഴ്സാണ്. അല്ലാതെ ഈ ഗാഡ്ജറ്റ്സ് അങ്ങനെയുള്ളതിനോടൊക്കെ കൗതുകമുണ്ടോ? മറ്റ് മൊബൈൽ അങ്ങനെ വേറെ കൗതുകങ്ങൾ എന്താണ് അങ്ങയുടെ? എൻ്റെ ഏറ്റവും വലിയ കൗതുകം ഏറ്റവും ആൾക്കാർക്ക് ജോലി കൊടുക്കുക. അതിലാണ് ഏറ്റവും വലിയ സന്തോഷം. അതായത് മറ്റുള്ളവരുടെ സംതൃപ്തിയാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ നമുക്ക് എന്തും വാങ്ങാനുള്ള ആഗ്രഹമില്ല. എന്ത് വേണമെങ്കിലും വാങ്ങാമല്ലോ. അതുകൊണ്ട് അല്ല, ഇടയ്ക്കൊരു ഞാനൊരു തമാശ പറയാണ്. ഒരു പ്രമുഖ വ്യവസായി പറഞ്ഞു, പണം എത്ര ഉണ്ടായാലും ഞാൻ രാവിലെ അല്പം പുട്ടും കടലയാണ് കഴിക്കുന്നത്. പണം ഒരുപാട് വന്നു കഴിഞ്ഞാൽ ആവശ്യങ്ങൾ പരിമിതമായി മാറും. അസുഖങ്ങളുണ്ടാകും. അതല്ല, പൈസ കൊണ്ടൊന്നും ഇതില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം നമ്മളെല്ലാം സാധാരണക്കാരെ കഴിക്കുന്ന ആഹാരം നമ്മൾ കഴിക്കുന്നില്ല. അവർ നമ്മളെക്കാട്ടി നല്ല രീതിയിൽ ആഹാരം കഴിക്കുന്നുണ്ട്, ലഞ്ച് കഴിക്കുന്നുണ്ട്, ഡിന്നർ കഴിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മളത്രയും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെല്ലാ കാര്യങ്ങളും നോക്കണം. താങ്കളെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്ന ഒരു ഫിലോസഫി ഉണ്ടെങ്കിൽ എന്താണത്? നമ്മൾ ഈ എന്തും 99.9% കള്ളം പറയാൻ പാടില്ല. ഒരാൾ പറഞ്ഞ് ഒരു ട്രസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഒരാൾക്കൊരു പ്രോമിസ് ചെയ്യാമെന്ന് നമ്മൾ ചെയ്തിരിക്കണം. വാക്കിന് വില കൽപ്പിക്കും. ഇല്ലെങ്കിൽ ജീവിതമില്ല. അതാണ് മെയിൻ. ഞാനൊരു കാര്യം ഏറ്റാൽ തീർച്ചയായിട്ടും ചെയ്തിരിക്കും. അതായത് ഇപ്പോൾ ഒരു വർക്ക് ഏറ്റാലും പറഞ്ഞ സമയത്ത് അത് തീർക്കും. തീർത്തേ പറ്റൂ. അതുകൊണ്ടല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. ഞാനത് പഠിച്ച ജപ്പാനിലാണ്. അവർ പണ്ട് ഞാൻ കൊച്ചുനാളിലുള്ള നമ്മുടെ കേരളത്തിൽ ഒരു കാര്യമില്ല, കല്യാണത്തിൻ്റെ മുഹൂർത്തം മാത്രമേ ടൈമിൽ നടക്കാറുള്ളൂ. ഒന്നുമില്ല. ഇപ്പം നമുക്ക് ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ ശ്രീ പിണറായി വിജയൻ 4 മണിക്ക് ഒരു പ്രോഗ്രാം 4 മണിക്ക് എത്തിയിരിക്കും. അത് അങ്ങനെയുള്ള ഇതാണ്. അങ്ങനെ ഇല്ല, വിവരങ്ങളുമില്ല. പക്ഷേ ഈ ബാക്കി എല്ലായിടത്തും ഈ കേരളത്തിന് വെളിയിലെല്ലാം ടൈം പഞ്ചായത്തിലുണ്ട്. അതുകൊണ്ട് താങ്കൾ എപ്പോഴും ടൈം പഠിച്ചു. അതാണ് പഠിച്ചത്. ഒരു സ്പിരിച്വൽ ജേണി ഉണ്ടോ ലൈഫിൽ? അതായത് ഒരു ആത്മീയ ചിന്ത? അതല്ല, ഞാൻ ഈശ്വരവിശ്വാസിയാണ്. ഈശ്വരൻ എല്ലാ അത് ഈ ഹിന്ദു അല്ല, എല്ലാം ഒരു ഈശ്വരനാണ്. ഇപ്പം നിങ്ങൾക്ക് കാണുമല്ലോ, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഓത്തിന് എല്ലാ ആൾക്കാരും പ്രാർത്ഥനയ്ക്ക് ഒരു പവർ ഉണ്ടാവും. എന്നിട്ട് നല്ലത് മാത്രമേ ചെയ്യാവൂ. നല്ലത് ചെയ്തെങ്കിലേ ബ്ലെസ്സിങ്സ് ഉണ്ടാവുള്ളൂ. ചീത്ത ചെയ്താൽ ഒരിക്കലും ബ്ലെസ്സിങ്സ് ഉണ്ടാകത്തില്ല, അല്ലേ? അതെ അതെ. അപ്പം അത് ഞാൻ ഒരിക്കലും ഒരു ദുഷ്ടചിന്തന മനസ്സിലുണ്ടാകാറില്ല. ഒരു മത്സരബുദ്ധി ഉണ്ടാകാറുണ്ടോ? അങ്ങനെ ഒരു എതിർ ആളുകൾ അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊന്നും ഉണ്ടായില്ല. നോക്കണ്ടായില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കുക, മറ്റും നോക്കാനുള്ള സമയം ഉണ്ടാകില്ല. അതെ അതെ. ജീവിതത്തിൻ്റെ ഒരു ആനന്ദം അല്ലെങ്കിൽ ഒരു സന്തോഷം, രസം എന്നൊക്കെ പറയുന്നത് എന്താണ്? സന്തോഷം ചിലപ്പം ആൾക്കാരെയൊക്കെ കാണുക, അവനും ഒരുമിച്ച് കാണുക ഒരു സന്തോഷമാണ്. പിന്നെ എല്ലാ ദിവസവും ഞാൻ താമസിക്കുന്നത് ബഹ്റിനിൽ അല്ലെങ്കിൽ ദുബായിലാണ്. എല്ലാം ഫോർഗെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പടം കാണും. സിനിമ കാണും. അത് രാത്രി ഒരു 10 മണിക്ക് തൊട്ട് ഒരു 2 മണിക്കൂർ അന്ന് ഫോൺ ഉണ്ടാകത്തില്ല. അപ്പോൾ അതൊരു സന്തോഷമാണ്. കംപ്ലീറ്റ് മനസ്സൊന്ന് ഇതായി പോകും. തമാശ പടങ്ങളാണോ കാണുന്നത്? തമാശകൾ, നല്ല സ്റ്റോറീസും. സിനിമാ രംഗത്തും ഇപ്പം സജീവമാവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ അതൊന്നുമില്ല. ഇപ്പോൾ ഇറങ്ങിയ ഒരു സിനിമയിൽ താങ്കൾ സിനിമ പ്രസൻറ്റ് ചെയ്യുന്നതായിട്ട് അത് അതൊരു സാഹചര്യം ഉണ്ടെന്ന് അതിനുവേണ്ടിയാണ്. അത്രേ ഉള്ളൂ. സിനിമാ നിർമ്മാണം ഉദ്ദേശിച്ചിട്ടില്ല. ഇല്ല. കൊച്ചുനാൾ ഒരു ഒരു പടം എടുത്താൽ ഞാൻ ഒരു വിജയൻ പറഞ്ഞ എൻ്റെ ഒരു ബ്രദർ ഒരു MLA ഞങ്ങളോട് ഒരു പടം എടുത്തായിരുന്നു. പുള്ളി ബന്ധുവായിരുന്നു അല്ലേ? ബന്ധുവായിരുന്നു. അദ്ദേഹം സിനിമ എടുത്ത് അത് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അന്ന് ഞങ്ങൾ കൊച്ചുങ്ങളെ ആദ്യത്തെ പണ്ട് കോളേജിൽ പഠിക്കുമ്പം ഫസ്റ്റ് പടം മാറ്റിനുണ്ട്. അത് ഫസ്റ്റ് പടം കണ്ടിരിക്കും. അത് ശരി. അത് സ്ഥിരമായിരുന്നു എല്ലാ പടവും. അക്കാലത്ത് പ്രേംനസീറും മധുവിൻ്റെ എല്ലാ പടം കണ്ടെങ്കിൽ
രണ്ടാമതുണ്ടല്ലോ ആൾക്കാരുടെ അഭിപ്രായം വരും. അതിന് മുമ്പ് നമ്മൾ കണ്ടിരിക്കുക. ശ്രീ മോഹൻലാൽ അവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു കേട്ടോ, അങ്ങ് ഒരിക്കലും ലീവ് എടുത്ത് കണ്ടിട്ടില്ല, ഇല്ല. ജോലിയിൽ അങ്ങനെ ഒരു വിശ്രമം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, എടുക്കാറില്ല. അല്ല, എപ്പോഴും ഇതിൽ ഇൻവോൾവ് ആണ്. ഇപ്പം ജോലിക്ക് പിന്നെ എല്ലാ രാജ്യങ്ങളിലും ബിസിനസ് പോകുമ്പോൾ ഒരു ദിവസം എക്സ്ട്രാ എടുക്കും മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫാമിലിയായിട്ടൊന്ന് കറങ്ങാനായിട്ട്. പക്ഷേ എപ്പോഴും ഇപ്പോൾ ഫോണാണല്ലോ എല്ലാം ബിസിനസ്. ഇപ്പോൾ ഫോണിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്നും രാവിലെ ഓഫീസിൽ പോകുമോ അതോ വീട്ടിലിരുന്നാണോ? അല്ല, എല്ലാ ദിവസവും ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ മിനിമം രാവിലെ കൃത്യം ഈ ബഹ്റൈൻ ടൈമാണെങ്കിൽ 5:30 എഴുന്നേക്കും. പിന്നെ തുടങ്ങിയിട്ട് രാത്രി 10 മണി വരെ ജോലി ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് മീറ്റിംഗ് ഉണ്ട്. ഒക്കുമെങ്കിൽ ഉച്ചയ്ക്ക് ഒരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ റെസ്റ്റ് എടുക്കും. പിന്നെ ചെയ്യും. വ്യായാമം അങ്ങനെയുള്ള 1 മണിക്കൂർ ഒരു ആഹാര കാര്യങ്ങളിൽ എങ്ങനെയാണ്? അങ്ങനെയൊന്നുമില്ല, എന്ത് കാണാനും പ്രത്യേകിച്ച് ഒന്നുമില്ല. യാത്രകളാണല്ലോ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ അത് മുക്കാൽ പങ്കും അത് അല്ല ഭൂരിഭാഗം അത് ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി. അല്ലാതെ ലോകത്ത് ഇപ്പോൾ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ടല്ലോ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്? എല്ലാ സ്ഥലവും പ്രിയപ്പെട്ടതാണ്. മോശമുള്ള എല്ലാ സ്ഥലവും എല്ലാം ഓരോ രാജ്യത്തിൻ്റെ അതിൻ്റെ പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലും പിന്നെ ജപ്പാനും ടോക്കിയോ, സിയോൾ, കൊറിയ, അതൊക്കെ വളരെ ഇഷ്ടപ്പെട്ട. കേരളത്തിൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ കൊല്ലം. ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇവിടുത്തെ റിസോർട്ട്. ഇത്രയും നല്ല ഒരു പോസിറ്റീവ് എനർജി. അതെ, ഇത് വാങ്ങാൻ കാരണം വെച്ചാൽ പോസിറ്റീവ് എനർജി ഉണ്ടാകും. എന്ത് വിഷമമുണ്ടായാലും നമ്മുടെ കടത്തിൽ നിന്ന് അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ആ തിര കാണുമ്പോൾ നമ്മളെല്ലാം മറന്നൊരു പുതിയ മനുഷ്യനാകും. അതെ, കടലിനെ ഇങ്ങനെ നോക്കുന്നതല്ല, ഒരു വലിയ ശാന്തത. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അതാണ് ഇത് വാങ്ങാനുള്ള കാരണം. അങ്ങ് ഇതുപോലെ തന്നെ കൊല്ലത്ത് റവീസ് എന്ന് പറഞ്ഞ ഹോട്ടൽ, അതും ഒരു പുഴയുടെ തീരത്തിൽ. അത് നല്ല 3 വർഷം കായലാണ്. ഇപ്പോൾ പുതിയൊരു 114 വർഷം പഴക്കമുള്ള ഒരു പാലസ് ഉണ്ട് തൊട്ടുപാട്. അത് സൂപ്പറാണ്. അപ്പം നമ്മളൊരു അരമണിക്കൂർ 1 മണിക്കൂർ വള്ളത്തില്ലേ നിങ്ങളൊരു പുതിയ ലോകത്ത് ജീവിക്കുന്ന പോലെ തോന്നും. അത് ശരി, ഒന്ന് പോയി നോക്കുക. അത്ര അതിമനോഹരമായ നല്ല കാറ്റും നല്ലൊരു പുതിയ, അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ ടൂറിസമാണ് കേരളത്തിൻ്റെ ഒരു ഭാവി. അതേ ഉള്ളല്ലോ, അതിനെ പറ്റുള്ളൂ. നമുക്ക് വേറെ ഇഷ്ടംപോലെ ഭൂമിയില്ല, മാൻപവറില്ല, എപ്പോഴും പച്ച, അതാണ് മനോഹരം. നല്ല നമുക്ക് ഇഷ്ടം പോലെ പുഴയും കടലും ഉണ്ട്. അല്ല, അത് പ്രയോജനപ്പെടുത്താൻ പറ്റും. ആ നിലയിലേക്കുള്ള ശ്രമങ്ങൾ വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഇപ്പം ഇപ്പം ഏറ്റവും കൂടുതൽ വിദേശികൾ വരുന്നത് ഇവിടെയാണല്ലോ. ഇപ്പോൾ ഞാൻ പറയാം, കഴിഞ്ഞ ഇത് വാങ്ങുന്നതിൻ്റെ ബിസിനസ് ഉള്ള കുറവായിരുന്നു. ഇപ്പോഴത്തെ ബിസിനസ് ജസ്റ്റ് ഡബിളായി. അതിൻ്റെ അത്രയും പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങ് കേരളത്തിൽ ബിസിനസ് ചെയ്ത് ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഒരിക്കലും വിദേശത്ത് പോകില്ല, ഇവിടെ കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ പൈസ ഉണ്ടാക്കാം, അതൊരു അഹങ്കാരമായിരുന്നു. അത് ഫീലായി. അതെന്തുകൊണ്ടായിരുന്നു അത് ഇവിടുത്തെ മനുഷ്യരുടെ ഇതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഫെയിലിയർ ആകാൻ കാരണം എറണാകുളത്ത് വെല്ലൂർ നുഫ്രിൻ്റെ ജോലി ചെയ്യുമ്പോഴായിരുന്നു. ഇഷ്ടംപോലെ വർക്ക് കിട്ടും. അപ്പോൾ അന്ന് ശത്രുതയുള്ള മറ്റാൾക്കാർ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. അത് ശരി. അങ്ങനെയാണ് പിന്നെ അങ്ങ് ഗൾഫിലേക്ക്. അങ്ങനെ അത് നല്ലതായി പോയി. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. കേരളം ഒരുപാട് മാറിയോ? ഇപ്പം മാറുന്നുണ്ട്. വ്യവസായ അന്തരീക്ഷം ഉണ്ട്. പക്ഷേ എന്ത് വ്യവസായം ചെയ്യാൻ പറ്റും ഇവിടെ? ഈ ടൂറിസവും IT അല്ലാതെ ഒന്നും ചെയ്യാനുള്ള മാർഗം വളരെ കുറവാണ്. ഫാക്ടറികൾ ഉണ്ടാകുന്ന ലാൻഡ് കിട്ടാനില്ല. മാൻപവർ നമ്മൾ എപ്പോഴും UP ബീഹാറിനെ നോക്കണം. കേരളം മുഴുവൻ ഇപ്പോൾ ബംഗാളികൾ, ഉത്തരേന്ത്യയിലാണ്. പക്ഷേ ഇപ്പം UP ബീഹാർ മാറ്റം ഉണ്ടായാൽ നമുക്ക് മാൻപവർ കിട്ടാൻ പ്രയാസമായിരിക്കും. വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഉത്തരേന്ത്യയിൽ. അവിടെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രയാസം നേരിടും. അതിനെ മുൻകൂട്ടി കണ്ടുള്ള പ്രവർത്തനമാണ് വേണ്ടത്. ടൂറിസത്തിൽ ഒരുപാട് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ചിലർ പറയാറുണ്ട്, ഇപ്പോൾ ഇവിടെ 1-ാം തീയതി ഡ്രൈ ഡേ ആചരിക്കും, പല കോൺഫറൻസുകളും കേരളത്തിൽ നിന്ന് ശ്രീലങ്കയിലേക്ക്. അത് പാടില്ല അല്ലേ? അത് പാടില്ല. വിദേശികൾ വന്നാൽ വിദേശികൾക്ക് അവരുടെ സന്തോഷമാണ് വേണ്ടിയത്. വെറുതെ പണ്ട് ആരോ ഉണ്ടാക്കിയതാണ് അല്ലേ? അത് യാതൊരു നേട്ടം ഉണ്ടാകില്ല. മദ്യപിക്കേണ്ട ഇത് ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വാങ്ങിച്ച് കഴിക്കും അല്ലേ? അതുമല്ലെങ്കിൽ ഒരു ദിവസം മദ്യം നിർത്തിക്കൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. അത് മാറ്റേണ്ടതാണ്, 100% മാറ്റേണ്ടതാണ്. അല്ല, കേരളത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെട്ടു എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. മാറുന്നുണ്ട്. പക്ഷേ അന്നേരം ഇത്തരം കാര്യങ്ങളിലൂടെ അവരുടെ ശ്രദ്ധ പോകേണ്ടത്. അതിൻ്റെ അത് എപ്പോഴും എന്തോ രാഷ്ട്രം ഉണ്ടായാലും ഓപ്പോസിറ്റ് പാർട്ടി ഉണ്ടല്ലോ എന്നാലും ഒരു കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടി. അതാണ്. പക്ഷെ അത് ഒരുമിച്ച് ഈ വികസനത്തിന് രാഷ്ട്രീയം പാടില്ല. ഒരേ പാർട്ടി, വികസന പാർട്ടി, എങ്കിൽ മാത്രമേ കേരളത്തിൽ മാറ്റം ഉണ്ടാകും. വികസനം ഉണ്ടെങ്കിലേ ഏത് സംസ്ഥാനത്തും മാറ്റം ഉണ്ടാകും.
ഇല്ലേ? ശരിക്കും വികസനമാണ് വേണ്ടത്, വിവാദമല്ല. ഇത് ഇവിടെ കേരളത്തിൽ വിവാദം മാത്രമേ ഉള്ളൂ. വികസനത്തിന് വേണ്ടി ആരും ഒരുമിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ ഈ അവരുടെ വികസനത്തിന് വേണ്ടി അവർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും എല്ലാവരും ഒരുമിച്ച് എല്ലാ സ്ഥലത്തും ഇവിടെ ഒരുപാട് experience ഇവിടെ പറയാം ഇവിടെ ഒരു പറയുന്നത് തെറ്റാണെങ്കിലും പറയുക, ഇവിടെ വികസനത്തിന് നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ താഴെയുള്ള ആൾക്കാർ റിസർച്ച് ചെയ്യുക എങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഇപ്പം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ ഇപ്പോൾ അവരെ ഫുൾ സപ്പോർട്ട് ചെയ്യും. ലോകത്ത് എവിടെ പോയാലും ബിസിനസ് ഫ്രണ്ട്ലിയാണ്. അതെ അതെ, ആ രീതി കുറെ കൂടെ മെച്ചപ്പെടാനുണ്ട്. ഉണ്ട്. അത് ഗവൺമെന്റ് പല കാര്യങ്ങളും നമ്മുടെ ചീഫ് മിനിസ്റ്ററും മന്ത്രിയൊക്കെ ഓക്കെയാണ്, ഫസ്റ്റ് സെക്രട്ടറി ഒക്കെയാണ്. ഓക്കെ, ഓരോ സെക്രട്ടറി അത് കഴിഞ്ഞാൽ പോയി. അതെ അതെ, ആ ഒരു മാനസികാവസ്ഥ മാറ്റം ഉണ്ടാക്കണം. അവർക്കൊരു ടൈം ലൈൻ വേണം. ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ ഇത്ര ദിവസം തീരുമാനം എടുത്തിരിക്കണം. അപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇന്ന കുഴപ്പം ആ പേപ്പർ കൊണ്ടുവരിക, ഓരോ ടൈം ലൈൻ കൊടുക്കണം. അതെ അതെ, ഇത് ടൈം ലൈൻ കൊടുക്കാതെ വരുമ്പോൾ മാറ്റി അതിന് ഇതിൻ്റെ എംപ്ലോയീസിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. എഡ്യൂക്കേറ്റ് ചെയ്ത് മാത്രമേ പറ്റുള്ളൂ. അച്ഛനിൽ നിന്ന് പഠിച്ച ഒരു പാഠം എന്താണ് ജീവിതത്തിൽ? അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താ പറയാനുള്ളത്? അച്ഛൻ്റെ ഒക്കെ കൃഷി ചെയ്ത് ജീവിക്കണം എന്നുള്ളതാണ്. അതാണ് അവരുടെ ധാരണ എന്നായിരുന്നു. ഇഷ്ടം പോലെ നിലവും പുരയിടവും. ശരിയാണ്, പുരയിടം ഒരിക്കലും ലാൻഡ് ഒരിക്കലും ആരെയും ചതിക്കില്ല. ചിലപ്പം സ്ലിപ്പ് ചെയ്യും. പക്ഷേ എപ്പോഴും ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം. ഒരു ഡെഡ് അസറ്റ് അല്ലത്. ഇല്ല, കാരണം വെച്ചാൽ ലാൻഡ് അത്രയേ ഉള്ളൂ. ലാൻഡ് വളരുന്നില്ല, പോപ്പുലേഷൻ വളരുന്നുണ്ട്, പൈസ വളരുന്നുണ്ട്. വാങ്ങാൻ പറ്റുമോ? അത് ശരി അല്ലേ? ഇപ്പം ഞാൻ ഇത് വാങ്ങിച്ചു, ഇതിപ്പം അത് അന്ന സമയത്ത് വാങ്ങിച്ചു, ഇപ്പം എന്തൊരു കൊടുത്താലും ഞാൻ വിൽക്കില്ല. അതാണ് ലാൻഡ് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഭൂമി എപ്പോഴും ഒരു സ്വർണത്തിൻ്റെ വിലയുള്ള ഇതാണ് അല്ലേ? ഭൂമിയുടെ വില, ഭൂമി ഒരിക്കലും വളരില്ല അല്ലേ? ഇല്ല, ഭൂമി സയൻസ് ഭൂമിയാണ്. അപ്പോൾ താങ്കളുടെ അച്ഛൻ ഒരു വലിയ കർഷകനായിരുന്നു. അതെ. അമ്മയെക്കുറിച്ച് അമ്മ എങ്ങനെയായിരുന്നു അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത്? അമ്മയാണ് എൻ്റെ കാണപ്പെട്ട ദൈവമാണ്. എല്ലാ പ്രയാസവും എനിക്ക് അമ്മയുടെ ഏറ്റവും വലിയ സ്നേഹം, എപ്പോഴും അമ്മയുടെ പ്രശ്നമാണ്. അമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തില്ല. ഞാൻ എല്ലാ ദിവസവും എൻ്റെ അമ്മ, അച്ഛൻ, അപ്പൂപ്പന്മാർ, അമ്മമാരെയും ഈ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം കൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. അതാണ് ചെയ്യാറുണ്ട്. അവരെ ഓർത്തിട്ടാണ് എല്ലാ ദിവസവും പൂജ റൂമിൽ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവർ എല്ലാ ദിവസവും ഓർക്കാറുണ്ട്. പൊതുവെ പ്രാർത്ഥിക്കുമ്പോൾ എന്തായിരിക്കും ആവശ്യം? എന്താ? ഒന്നും ആവശ്യപ്പെടാറില്ല. ഇല്ല, ഒന്നും ആവശ്യപ്പെടില്ല. എല്ലാം നന്നായിരിക്കണേ ഇന്ന് വരെ ഒരാവശ്യം ഉണ്ടായിട്ടില്ല. ഒന്നുമില്ല. ഒന്നും പ്രാർത്ഥിക്കുക, ഈശ്വരനെ പ്രാർത്ഥിക്കുക, പോവുക, എല്ലാം ഒന്നുമില്ല. അപ്പോൾ അങ്ങേക്ക് ഒരുപാട് രാഷ്ട്രീയ സൗഹൃദങ്ങളുണ്ട്. അതെ, വ്യത്യസ്ത രാഷ്ട്രീയ ചേരികളിൽ അടുപ്പമുള്ള ആൾക്കാർ, ഇപ്പോൾ മുഖ്യമന്ത്രിയാണെങ്കിലും പ്രതിപക്ഷത്തുള്ള ആൾക്കാരാണെങ്കിലും മുമ്പുണ്ടായിരുന്ന കരുണാകരൻ, ആൻ്റണി, അന്നേരം ഇവരായിട്ടൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ സൗഹൃദങ്ങൾ? അല്ല, അവരെല്ലാം നമുക്ക് ഒന്നും കാര്യങ്ങൾ സാധിക്കാനില്ല. നമ്മൾ സന്തോഷത്തോടുകൂടി സംസാരിക്കുന്നു, അവർ നമുക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. നമുക്ക് പലതും പഠിക്കാനുണ്ട്. രാഷ്ട്രീയക്കാർ ഏറ്റവും വലിയ ബുദ്ധിമാരാണ്. അത് നമ്മൾ പലതും പഠിക്കാനുണ്ട്. ഇപ്പോൾ ചിലർ തമാശയ്ക്ക് ചോദിക്കുകയാണ്, ചിലർ പറയുകയാണ് ഈ രാഷ്ട്രീയക്കാരെ കൊണ്ട് തോറ്റു, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. രാഷ്ട്രീയ കുറ്റം എല്ലാ ആൾക്കാർ കാണും. എല്ലാവരും കുറ്റം പറയുന്ന കാര്യത്തില്ല. ഈ 100% ചിലപ്പോൾ 20% ആൾക്കാർ തോറ്റുന്നു. പക്ഷേ 80% ആൾക്കാരും നല്ല കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. ഈ വ്യവസായികൾ പൊതുവേ പറയുന്ന ഒരു തലവേദന എന്ന് പറയുന്നത് പിരിവിനെ കുറിച്ചാണ്. അങ്ങനെ ഒരു ശല്യം നേരിടേണ്ടി വന്നിട്ടുണ്ട് രാഷ്ട്രീയക്കാരോട്. തീർച്ചയായിട്ടും ഉണ്ടാകാതിരിക്കാൻ പറ്റില്ലല്ലോ, പിരിവ് കൊടുത്തേ പറ്റൂ. അല്ല, അത് പൊതുവായിട്ടുള്ള ഒരു കാര്യം എന്നുള്ള നിലയിലുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു കെ കരുണാകരനുമായിട്ട് നല്ല അടുപ്പമുണ്ട് അല്ലേ? ആൻ്റണി, അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നല്ല അടുപ്പുണ്ട്. ഇന്ത്യയിലും ഇതര സംസ്ഥാനങ്ങളിലും അങ്ങ് ബിസിനസ് എല്ലാ ആൾക്കാരോടും രാഷ്ട്രീയക്കാരുടെ ബന്ധമില്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഹെൽപ്പിന് വേണ്ടി ചെയ്യേണ്ടി വരും. അതെ. ഇനിയിപ്പം നേരത്തെ പറഞ്ഞു, ഇപ്പോൾ കേരളത്തിൽ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ പുതിയ തലമുറ, അങ്ങയുടെ പുതിയ തലമുറയിലേക്ക് ഈ പ്രവർത്തനങ്ങൾ കൈമാറിയിട്ടുണ്ടോ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം ഞാൻ ഈ 525 കോടി രൂപയുടെ പ്രോഗ്രാം ഞാൻ വയസ്സായിക്കൊണ്ടിരിക്കുക. അവരുടെ ഉത്തരവാദിത്വമാണ്. വയസ്സായി എന്നുള്ളൊരു തോന്നലുണ്ടോ? എനിക്കില്ല. ഞാൻ ഇപ്പോഴും ഒരു 25 വയസ്സെന്ന് തോന്നുന്നത്. അതേ ഉള്ളൂ. ഇനിയും ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ്. അപ്പം എൻ്റെ മോനും മോളും അത് ഈ പ്രസ്ഥാനം, എൻ്റെ RP ഗ്രൂപ്പ് ഒരു അടുത്ത 100-200 വർഷം ഞങ്ങൾ ഈ ഓയിൽ ആൻഡ് ഗ്യാസിൽ ക്വാളിഫൈ ആയ കമ്പനികൾ വളരെ കുറവാണ്. നമ്മൾ ലോകത്തെ നമ്പർ 1 കമ്പനിയാണ് ഓയിൽ ആൻഡ് ഗ്യാസിൽ, കൺസ്ട്രക്ഷനിൽ. അത് നിലനിർത്തണം. അത് എനർജി ഇല്ലാത്ത ജീവിതമില്ല ലോകം.
അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ചാൻസുകളുണ്ടാവും. പുതിയ തലമുറ ആ രീതിയിലേക്ക് വരുന്നുണ്ട് അവരെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. വരുന്നുണ്ട് ഇപ്പോൾ എല്ലാ മനുഷ്യരുടെയും അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവരുടെയും പുരുഷൻ്റെയും പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയും. താങ്കളുടെ ജീവിതത്തിൽ ഭാര്യയുടെ ഒരു സ്ഥാനം എങ്ങനെയാണ്? ഭാര്യ ഇന്ന് ഞാൻ ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് 41ാമത്തെ ദിവസമാണ്. 41 വർഷം കഴിഞ്ഞു ഇന്ന്. ഓക്കെ. പക്ഷേ വൈഫ് എന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളും വൈഫിൻ്റെ സപ്പോർട്ടുണ്ട്. ഞാൻ എല്ലാത്തിനും നെഗറ്റീവ് പറയത്തില്ല, പോസിറ്റീവ് എന്ന് പറയും. പോസിറ്റീവ് എനർജിയാണ്. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം വെച്ചാൽ വൈഫും ഹസ്ബൻഡും ഒരുമിച്ച് പോവുക അല്ലേ. ഇപ്പം പ്രയാസം വരുമ്പം വീട്ടിൽ വരുമ്പം വഴക്കായ തലവേദന ഉണ്ടാവും അല്ലേ. അവരെ സപ്പോർട്ട് ചെയ്ത് ഒരു വൈഫിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതെ, ആ രീതിയിൽ വലിയ വിജയമാണ്. അതെ, തീർച്ചയായിട്ടും. ഈ മുന്നോട്ട് നോക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിലേക്ക് ഇപ്പോൾ താങ്കൾ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ വന്നു പോകുന്ന ആളാണ്. നമ്മളിപ്പോൾ രാവിലെ മാധ്യമങ്ങൾ, പത്രങ്ങളായാലും ചാനലുകൾ നോക്കിയാലും കേരളത്തിൽ വലിയ കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്നു, അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു, ബന്ധുക്കൾ തമ്മിൽ വെട്ടിക്കൊല്ലുന്നു. എന്തായിരിക്കും ഇങ്ങനെയൊക്കെ? താങ്കൾ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാറുണ്ട്? തീർച്ചയായിട്ടും ആലോചിക്കാറുണ്ട്. നമ്മൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്ര വിറങ്ങുമില്ല. അത് ഈ ഫാമിലി സ്ട്രോങ് ആണെങ്കിൽ ഉണ്ടാകില്ല. അവർ എഡ്യൂക്കേറ്റ് ചെയ്യണമായിരുന്നു. പണ്ടൊക്കെ നമ്മുടെ അമ്മാവൻ എല്ലാം കാര്യം കൺട്രോൾ ചെയ്യും. ഇപ്പം അച്ഛൻ, ഇപ്പം ഞാൻ ഒരാളെ അഡ്വൈസ് ചെയ്യണമെങ്കിൽ ഞാൻ നല്ലതായിരിക്കണം അല്ലേ. എങ്ങനെ അഡ്വൈസ് ചെയ്യിക്കാൻ പറ്റും? ഞാൻ പറഞ്ഞത് അച്ഛൻ നന്നായി മക്കൾ നന്നാവുന്ന ഒരു ധാരണയാണ്. അങ്ങനെ മാറ്റം ഉണ്ടാവും. വീടാണ് ശരിക്കും, വീട്ടിലാണ് തുടങ്ങണം. ഈ വ്യവസായം തുടങ്ങേണ്ട വീട്ടിൽ നിന്നാണ്. അതുപോലെ തന്നെ ലഹരിയുടെ ഒരു ഉപയോഗം ഇതാണ് കാരണം. അത് പറഞ്ഞില്ലേ, ഇപ്പം മകനും എവിടെ പോകണം നമ്മൾ അന്വേഷിക്കണം. അവൻ്റെ കൂട്ടുകെട്ട് ആരാണെന്ന് അന്വേഷിക്കണം. നിങ്ങൾ കൺട്രോൾ ചെയ്യാം. അപ്പം അങ്ങനെ പോകാൻ പാടില്ല. എഡ്യൂക്കേറ്റ് ചെയ്യണം. മകനാണെങ്കിലും എഡ്യൂക്കേറ്റ് ചെയ്യണം. അങ്ങനെ മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചാരിറ്റി, അങ്ങ് ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആളാണ്, പക്ഷേ അത് പുറത്ത് പറയാറില്ല. അന്നേരം അത്തരം കാര്യങ്ങളിൽ എന്ത് ക്രൈറ്റീരിയയാണ് നോക്കുന്നത്? അതൊരു കമ്മിറ്റി ഉണ്ട്, ഈ ഒരു RP ഫൗണ്ടേഷൻ്റെ. ആ കമ്മിറ്റി സെലക്ട് ചെയ്യും. ചിലത് മാത്രം നമ്മൾ നേരിട്ട് വരുന്നത് നമ്മൾ തന്നെ നോക്കുക. അത് നോക്കത്തല്ല കൊടുക്കും. പരമാവധി ആൾക്കാരെ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ അതല്ലേ ഉള്ളു. എത്ര കൂടുതൽ പൈസ കൊണ്ടല്ല നമ്മൾ എത്ര വരെ ജീവിതത്തിൽ സഹായിക്കാൻ പറ്റി എന്നുള്ളത്. അതൊന്നും ഒരു സാഹചര്യം ഒന്നും ഉണ്ടായില്ല. ഒരു റിട്ടേണും പ്രതീക്ഷിക്കരുത്, താങ്ക്സ് പോലും പ്രതീക്ഷിക്കരുത്. നമ്മൾ ചെയ്യുക. അല്ല, അങ്ങനെ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അങ്ങനെ ഈ നിരാശ തോന്നുന്ന സന്ദർഭങ്ങളുണ്ട്. നിരാശ ഉണ്ടാകും. അയാൾ അങ്ങനെ ചെയ്തല്ലോ. അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന്, ഞാൻ മുഖാന്തരം വേൾഡിൽ കോടിക്കണക്കിന് ആൾക്കാരുടെ ജീവിതം നല്ല രീതിയാക്കിയിട്ടുണ്ട്. ജീവിത നിലവാരം ഓക്കെ. സ്നേഹിക്കുന്ന ആൾക്കാർ 25-30% ആൾക്കാർ നമ്മളെയൊക്കെ പറയും ഉണ്ടെന്ന്. ഇല്ലാത്ത ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പം ഞാൻ 2000 കല്യാണം നടത്തിയിട്ടുണ്ട്. ഒരാൾ താങ്ക്സ് മോർ ലെറ്റർ പോലും അയച്ചിട്ടില്ല. അത് കല്യാണം കഴിഞ്ഞ് പോയി പറയാം. പിന്നെ ഷെയിമാണ് ഇങ്ങനെ കല്യാണം നടന്നു, അവർക്ക് ഷെയിമാണ്, അവിടെ പറയത്തില്ല. അത് നമ്മളൊന്നും പ്രതീക്ഷിക്കരുത്. ഇല്ല. പക്ഷെ ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരാൾ ഒരു വാക്കുകൊണ്ട് സഹായിച്ചാൽ ഞാൻ മറക്കില്ല. മറക്കാൻ പാടില്ല. നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക അങ്ങനെ വേണ്ടി ഇല്ലേ. അതെ, തീർച്ചയായിട്ടും. ഞാൻ ചെയ്യാറില്ല. പക്ഷേ ഇപ്പോഴത്തെ തലമുറ അത് ചെയ്യാറില്ല. ഇപ്പം ശ്രീ മോഹൻലാൽ ഇവിടെ ഈ ചടങ്ങിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോൾ പണം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു കോടീശ്വരനാകുന്നതല്ല, പക്ഷേ അത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി എങ്കിലും ഈ നമ്മളൊരു ദിവസം പോകും, നമ്മൾ പണം കൊണ്ടുപോകും. നമ്മൾ പണം കൊണ്ടുപോകുമ്പോൾ ഒരാൾ മനസ്സറിഞ്ഞ് ദുഃഖിക്കണം അല്ലേ. അന്നെങ്കിലേ ആ ജീവിതത്തിൽ ഒരു ആത്മാവിന് സന്തോഷം ഉണ്ടാകത്തുള്ളൂ. തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ ബിസിനസ് പോളിസി മക്കൾ കരഞ്ഞ ഒരു കണ്ണീര് കൊണ്ട് നമ്മളൊരു പൈസ ഉണ്ടാക്കാൻ പാടില്ല. അതാണ് മെയിൻ. മനസ്സൊരാളുടെ കണ്ണീര് വീഴാതുള്ള പൈസ നിർബന്ധമുണ്ട്. എങ്കിലേ ജീവിതമുള്ളൂ. ഇപ്പം നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം കുടിയേറ്റം, ഈ ഗൾഫിലേക്ക് ഒരുപാട് ആൾക്കാർ പണ്ട് മുതലേ വരുന്നുണ്ട്. പക്ഷേ ഇപ്പം യുവതലമുറ ഈ കാനഡ, അമേരിക്ക, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ടൊരു താല്പര്യം കാണിക്കുന്നുണ്ട്. അതെന്തായിരിക്കും അത്? പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ഒന്നാമത് ഒരു നല്ല ജീവിതം കമ്പയർ ടു കേരള. ഇവിടെ നല്ല ജീവിതം ഗൾഫ് അല്ല യൂറോപ്പ്, കാനഡ എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ജോലി സാധ്യതകളുണ്ട്. വരുമാനം വളരെ കൂടുതൽ കിട്ടും. പിന്നെ നാട്ടിൽ അച്ഛനും അമ്മയും പേടിക്കേണ്ട, എന്തെല്ലാം പേടിക്കുക, സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റും. അങ്ങനെ പല ആൾക്കാരും പറയും. നമ്മുടെ പല ആൾക്കാരും ഈ ചെറിയ വീട്ടിൽ നിന്ന് ജനിച്ച ആൾക്കാരായിരിക്കും. പിന്നെ കാശ് എന്തില്ല. അപ്പോൾ അവർ ഇപ്പോൾ ഗൾഫിൽ നിന്ന് നേരെ അവിടെ പോകുന്നത്. അവിടെ പോകുമ്പോൾ അവിടെ അച്ഛനാരെന്ന് ചോദിക്കത്തില്ല. അത് വേറെ പുതിയൊരു ലൈഫ് തുടങ്ങുകയാണ്. അതാണ് എൻ്റെ അത് പ്രത്യേക. ആ പുതിയ ലൈഫ് തുടങ്ങി ആ രീതിയിൽ മക്കളെയും വളർത്തും. പൈസ ഇല്ലെങ്കിൽ അവരെ നല്ല യൂണിവേഴ്സിറ്റി പഠിപ്പിച്ച് ഉന്നത നിലയിലെത്തി നല്ല ജോലികൾ കിട്ടും.
അപ്പം അങ്ങനെ കംപ്ലീറ്റ് മാറുകയാണ്. ആ ഒരു ചേഞ്ച് വരുന്നുണ്ട്. ഇഷ്ടം പോലെ വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ഒരു ഇപ്പം ഇന്ത്യ തന്നെ ഇപ്പോൾ ഒരു മൂന്നാം സാമ്പത്തിക ശക്തിയായി വളരാനുള്ള നീക്കത്തിലാണ്. ഇന്ത്യയുടെ ഒരു ഇമേജ് വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടില്ലേ? ഉറപ്പായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ 1970 ഇന്ത്യക്കാർക്കൊന്നും വാല്യൂ ഇല്ല. നമ്മുടെ കറൻസി അന്ന് നമുക്ക് കറൻസിക്ക് വാല്യൂ ഇല്ല. ഇന്ത്യക്കാരെന്ന് വെച്ചാൽ ഈ ദരിദ്രർ, കർഷകർ, പിന്നെ ഗാർഡനേഴ്സ്, ക്ലീനേഴ്സ്, അങ്ങനെ ഈ കുക്ക് അതൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ വലിയ മാറ്റം, സാമ്പത്തിക സ്ഥിതി മാറുന്നതനുസരിച്ച് നമുക്കൊരു വാല്യൂ ഉണ്ട്. കേരളത്തിൻ്റെ ഇന്ത്യയുടെ ഒരു പ്രതിച്ഛായ വലിയ രീതിയിൽ ഒരുപാട് മാറ്റമുണ്ട്, വളരെ മാറ്റമുണ്ട്. എനിക്ക് തോന്നുന്നു അതിന് പ്രധാനമന്ത്രിക്കൊക്കെ വലിയ റോളുണ്ട്. നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ വലിയ കാര്യമുണ്ട്. മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ മാറ്റം ഉണ്ടായത്. അതെ, അതിപ്പോൾ ഒരു വലിയൊരു വിലയുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യക്ക് വിലയുണ്ട്. നമുക്ക് ഈ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ പ്രധാനപ്പെട്ട കാര്യം, ഏത് പ്രൈം മിനിസ്റ്റർ ആയാലും അതെ അപ്പോൾ ഒരു ഗുഡ്വില്ലുണ്ട്. അതുകൊണ്ട് നമുക്കും ഉണ്ട്. അതിൻ്റെ മോഡിയുടെ നാട്ടിലുകാരാണ് എന്ന് പറയും. അങ്ങനെ പറയും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ പഠിക്കുന്ന കാലത്ത് അങ്ങയുടെ പേര് എനിക്കൊന്ന് രവീന്ദ്രൻ പിള്ള എന്നായിരുന്നു. അല്ല, അത് തുടങ്ങി രവീന്ദ്രൻ പിള്ള പിന്നെ രവിയായി. പിന്നെ രവീന്ദ്രൻ പിള്ള എന്ന കാരണം വെച്ചാൽ ഞാൻ രവിയായിരുന്നു. ഈ മറ്റ് ദേശങ്ങളിൽ പോകുമ്പോൾ ഹോട്ടലിൽ പോകുമ്പോൾ ഈ ഫാമിലി നെയിം വേണം. അങ്ങനെ രവി പിള്ളയാക്കി, അല്ലെങ്കിൽ രവി ആയിരുന്നു എൻ്റെ പേര്. അന്ന് ഒപ്പം ഉണ്ടായിരുന്ന അല്ലെ ഒപ്പം പഠിച്ച സുഹൃത്തുക്കൾ ഇപ്പോഴും ഉണ്ടോ? കാണാൻ ബന്ധം പുലർത്തുന്നുണ്ടോ? വളരെ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ. എല്ലാം പല ആൾക്കാരും എവിടാന്ന് പോലും പറഞ്ഞില്ല. അപ്പോൾ അങ്ങ് സൂചിപ്പിച്ച നേരത്തെ ശങ്കരമംഗലം സ്കൂളിലാണ് പഠിച്ചതെന്ന്. അന്നേരം ആ വഴിയൊക്കെ നടക്കാറുണ്ടോ? ഇപ്പോൾ പോട്ട് സമയമില്ല. ഇപ്പോൾ വന്നാൽ ഒരു ദിവസത്തേക്കായിരിക്കും വരുന്നത്. അതിന് ടൈമില്ലാത്തതുണ്ട്. ഇപ്പം ഞാൻ ഫ്ലൈറ്റ് വന്നിരിക്കുക, ഫ്ലൈറ്റ് ഇവിടെ കിടക്കുകയാണ്. സ്വന്തം ഫ്ലൈറ്റാണോ? സ്വന്തം ഫ്ലൈറ്റ് വാടക. എൻ്റെ സ്വന്തം ഫ്ലൈറ്റ് അടുത്ത മാസം വരും. അതെ, എയർ ബസ് ആണ്. ഗൾഫ് സ്ട്രീം. അതെ, അത് ശരി. ഏറ്റവും പുതിയ മോഡലാണ് അത്. ഈ ഇന്നലെ 29 കഴിഞ്ഞ മാസം കിട്ടേണ്ടായിരുന്നു 29-ാം തീയതി. അത് ഈ മാസം 18-ാം തീയതി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അടുത്ത മാസം നമ്മൾ ആദ്യം യാത്ര ചെയ്യാൻ പറ്റിയത് അടുത്ത മാർച്ച് 2-ാം തീയതി. അത് ശരി. അന്നേരം ആദ്യം ഒരു കാറ് വാങ്ങുന്നതിനെക്കാട്ടിൽ ഇപ്പോൾ ഒരു വിമാനം സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ഹെലികോപ്റ്റർ വാങ്ങിയല്ലോ. ഹെലികോപ്റ്റർ നേരത്തെ വാങ്ങി. അത് ഇന്ത്യയിൽ തന്നെ നമ്മൾ ഹെലികോപ്റ്റർ ഇല്ല. അത് എയർ ബസിൻ്റെ ആയിരുന്നു. അത് ഹെലികോപ്റ്റർ ബസ്സാണ്. ഇത് ഗൾഫ് സ്ട്രീമായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ വരുമ്പോൾ എപ്പോഴും പഴയ കാലം ഓർക്കുമോ? എന്നും പഴയ ഓർക്കും. ഞാൻ വീട്ടിൽ നിൽക്കുമ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട കൈലിയും ബന്യനുമാണ്. കൈയുള്ള ബന്യനുമാണ് വീട്ടിൽ ഇരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അതായത് താങ്കളെ ഞാൻ മനസ്സിലാക്കണം, താങ്കളൊന്നും മറന്നിട്ടില്ല. വന്ന വഴി മറന്നിട്ടില്ല, പഴയ ആൾക്കാരെ മറന്നിട്ടില്ല, പഴയ ജീവിതം മറന്നിട്ടില്ല. ഇതൊക്കെ വസ്തുത്തിൽ ഈ കാലത്ത് നമ്മൾ പൊതുവേ കാണുന്നത്, എല്ലാവരും അങ്ങനെയാണെന്നല്ല, എന്തെങ്കിലും ഒരു പദവിയിലേക്ക് എത്തുമ്പോൾ എല്ലാം മറന്ന് പഴയ ആൾക്കാരെയും കാലവും എല്ലാം മറക്കും. ഇന്നും എൻ്റെ മോൻ്റെ കുഞ്ഞുമോന് അതിനൊരു കാര്യം ഉണ്ടാക്കി എല്ലാവരും വിളിച്ചിരിക്കുക. ചവറ കൊല്ലാ ഭാഗത്തുള്ള പഴയ കാണാൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം. എല്ലാ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് എല്ലാവരും വരാൻ പറഞ്ഞിരിക്കുക. 5 മണി കൊണ്ട് വരും. കാണുക, സംസാരിക്കുക, പാർട്ടിക്കുക, ഊണ് കൊടുക്കുക, എന്തൊരു സഹായം ചെയ്യുക. അതാണ് സംതൃപ്തി. അത് ഏറ്റവും വലിയ സംതൃപ്തിയാണ്. ഏറ്റവും ആ ഒരു ഇപ്പം നമ്മൾ പലവണ സംസാരിച്ചു, ഇത് ഈ പഴയ കാലത്ത് നിന്ന് ഇപ്പോൾ ഇവിടെ വരെ എത്തി. അതെ. ഇനിയും ഉള്ള മുന്നോട്ടുള്ള ഒരു യാത്രയിൽ എന്താണ് വലിയൊരു ആഗ്രഹം? എന്തെങ്കിലും വലിയ ആഗ്രഹമായിട്ടോ ഏറ്റവും ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് ഡേ വരെ ജോലി ചെയ്യണം. അതാണ് ആഗ്രഹം. അതാണ് ലാസ്റ്റ് ഡേ ജോലി. അത്രയും ഒരു വർക്കഹോളിക്കാണല്ലോ. അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്താൽ ആയിരക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുക, ഏറ്റവും കുടുംബങ്ങൾ സന്തോഷമാക്കുക, അത്രയും കുടുംബങ്ങൾ സന്തോഷമാക്കുക. ഇപ്പോൾ ഈ പഴയ ഒരു രവി പിള്ള നിൽക്കുന്ന കാലത്ത് എന്ന് ചിന്തിക്കുമ്പോൾ ഈ മേഖലയിലേക്ക് വരുന്ന സ്റ്റാർട്ടപ്പൊക്കെ ഇപ്പോൾ ഒരുപാട് വളരെ പുതിയ തലമുറയോട് എന്താ പറയുക? ഞാൻ പറയും, ഏത് ബിസിനസ് ചെയ്യും, ബിസിനസ്സിന് ഇഷ്ടം പോലെ ഐഡിയാസ് വരും. ഈ എല്ലാവരും ഫീസിബിലിറ്റി സ്റ്റഡി നോക്കി മാത്രമാണ് ബിസിനസ് ചെയ്യുന്നത്. ഫീസിബിലിറ്റി സ്റ്റഡി വേണം, പക്ഷെ അത് കറക്റ്റാണ്. നമ്മൾ വീണ്ടും 1-2 സ്റ്റഡി നമ്മളിതിന് പഠിക്കുക, ഹോംവർക്ക് ചെയ്യുക. ഹോംവർക്ക് ചെയ്തിട്ട് മാത്രമേ ബിസിനസ് തുടങ്ങാവൂ. ശരിയായ ഹോംവർക്ക് വേണം, ഇതേ തുടങ്ങാവൂ. അതിൻ്റെ സാധ്യത മുൻകൂട്ടി കണ്ടിട്ടേ ആകാവൂ. അതിപ്പോൾ ഏത് ബിസിനസ് തുടങ്ങാൻ അതിനെപ്പറ്റി പഠിക്കുക. ആ ബിസിനസ് ഇവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊണ്ട് പഠിച്ചതിന് ശേഷം മാത്രം നടക്കുക. വിശ്വസ്തരായ എംപ്ലോയീസിനെ സ്വന്തം കുടുംബം പോലെ കീപ്പ് ചെയ്യണം. എങ്കിലേ ഉണ്ടാകുള്ളൂ. പണ്ടൊക്കെ ആണെങ്കിൽ പഠിച്ചൊരു സർക്കാർ ജോലി മേടിക്കുക എന്നുള്ളതായിരുന്നു. പണ്ടങ്ങനെ. ഇപ്പം പക്ഷേ ബിസിനസ്സിലേക്ക് വരാനായിട്ട് കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. പണ്ട് ഈ ഒരു ബിസിനസ്സുകാരന് പെണ്ണ് കിട്ടത്തില്ല എന്നായിരുന്നു. ഇപ്പം തിരിച്ചു. അതിൻ്റെ ഒരു കാരണം ഞാനായിരിക്കും, പല ആൾക്കാരും. താങ്കൾ ആദ്യം തൊട്ടേ പഠിക്കുമ്പോൾ തന്നെ ബിസിനസ്സുകാരനാണ് മനസ്സിലായിരുന്നു. അങ്ങനെയുള്ളതായിരുന്നു. അല്ലേ? അതെ.
ചവറയെക്കുറിച്ച് എന്തോ തോന്നുന്നു ഇപ്പോൾ തിരിഞ്ഞു നോക്കും? ചവറ നല്ലതല്ലേ. അന്ന് ചവറ എന്ന് വെച്ചാൽ പണ്ട് ഞാൻ കൊച്ചി നല്ലതാകുമ്പോഴും ഈ ചവറയിൽ കൗതർ കമ്പനി പല കമ്പനികൾ ആദ്യമായിട്ട് മിനറൽസിൻ്റെ ബിസിനസ് തുടങ്ങുന്നത് ചവറയിൽ. അതറിയാമോ? ഈ ചവറ പന്മന തേവലക്കര കയറ് കൊണ്ട് പേച്ചിടണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കയറ് അന്ന് ലണ്ടനിലേക്ക് വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ അന്ന് ഈ കയറിന് വെയിറ്റ് കൂടാൻ വേണ്ടി നമ്മുടെ കരിമണ്ണല്ലോ ഇതിനകത്ത് ഇടും. ഇട്ടിട്ട് കയറി പിരിക്കും. എന്നിട്ട് ലണ്ടനിലേക്ക് അയക്കും. അന്ന് ലണ്ടനിലാണ്. അപ്പോൾ അത് 5, 6, 7 മാസം 8 മാസം 1 വർഷം കിടക്കുമ്പം ആ കയറ് പോകുന്നു. അപ്പോൾ ഈ മണ്ണ് അവിടെ അങ്ങനെ കണ്ടുപിടിച്ചത്. അവർ കണ്ടുപിടിച്ച അങ്ങനെ എവിടെ നിന്ന് കണ്ടുപിടിച്ച അങ്ങനെയാണ് ഈ മിനറൽസ്. അന്ന് ഇഷ്ടം പോലെ ചവറ, ഇഷ്ടം പോലെ പൈസ, നല്ല ശമ്പളവും. പക്ഷെ ചവറയുടെ പ്രകൃതി നൽകിയ ആ ഒരു അനുഗ്രഹം അതേ രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഉണ്ടായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇഷ്ടം പോലെ ശമ്പളം, അങ്ങ് വളരെ സന്തോഷപരമായിട്ട് ജീവിച്ച ഈ കൗതർ കമ്പനി ഉള്ളപ്പം. ജീവിതം ഇപ്പോൾ വളരെ തിരക്കിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോവുക. എപ്പോഴെങ്കിലും ഒരു ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ഇവിടെ പരമണിക്ക് സന്തോഷം ഉണ്ടാവും. അങ്ങനെ കംപ്ലീറ്റ് മറന്നിട്ട് ഇവിടെ വരുമ്പോൾ സമയം ഉണ്ടെങ്കിൽ വന്ന് അവിടെ പോയി നോക്കി സന്തോഷം നോക്കി ഒരു വേറെ ലോകം. ശരി. അപ്പോൾ ഇത്രയും നേരം സംസാരിച്ചതിൽ വളരെ സന്തോഷം. വിവാഹ വാർഷിക ആശംസകൾ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.